ലക്ക് കൊണ്ടുള്ള സിദ്ധുവിൻ്റെ വരവ് കണ്ടതും ജാനകി അന്തം വിടാതെ ഇരുന്നില്ല. കാരണം ഇവിടെ വന്നത് മുതൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവനെ കണ്ടിട്ടേയില്ല അവർ. സീതാലക്ഷ്മി മാഡം അറിയണ്ട, നിവിൻ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ മുറ്റത്തു നിന്നും വിളിച്ചു പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് ആടി വരുന്ന സിദ്ധുവിന് വഴിമാറിക്കൊടുത്തു. സിദ്ധു അങ്ങനെ തന്നെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി. മുറിയുടെ വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് തുറക്കാൻ നോക്കിയതും അത് തുറന്നു വന്നു. സ്വബോധത്തോടെ അല്ലാത്തതുകൊണ്ട് കാഴ്ചകളെല്ലാം മങ്ങിയാണ് കാണുന്നത്. അവൻ മുറിക്കുള്ളിലേക്ക് കയറി. ചുറ്റും കണ്ണുകൾ ഓടി നടന്നു. 1, 2 കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ബെഡിൽ കിടന്നുറങ്ങുന്ന വൈകിയിൽ പതിഞ്ഞു. എൻ്റെ പിൻഗാമിക്ക് വേണ്ടി ജന്മം നൽകാൻ വിലയ്ക്ക് വാങ്ങിയവൾ. അവൻ്റെ ചുണ്ടുകൾ പരിഹാസത്തോടെ ഒരു വശത്തേക്ക് കൂടി. അവനുള്ളിലെ മദ്യം അവൻ്റെ സിരകളിൽ ലഹരിയായി പടർന്നു തുടങ്ങിയിരുന്നു. അവനുള്ളിലെ ലഹരി അവൻ്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു തുടങ്ങിയതും അവൻ കോട്ടൂരി എറിഞ്ഞു. അതിനിടെ അടിയിലുള്ള ഷർട്ടും വലിച്ചെന്ന പോലെ കീറിയെറിഞ്ഞു. എന്നാൽ മുറിയിൽ നടക്കുന്നതൊന്നും അറിയാതെ വൈഗ സുഖമുള്ള നിദ്രയിലായിരുന്നു. മലർന്നു കിടക്കുന്ന വൈകിയുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. തന്നിൽ അമർന്നാണ് കിടക്കുന്നത്. മുകളിൽ കിടക്കുന്ന ആളുടെ ഭാരം കാരണം ശ്വാസം പോലും ശരിക്കെടുക്കാൻ കഴിയുന്നില്ല. ശരീരത്തിൽ കിടക്കുന്ന ആളുടെ നിശ്വാസം അവളുടെ മുഖത്ത് പതിക്കുന്നുണ്ട്. അതിന് വല്ലാത്ത മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ മനസ്സിൽ ഒരു നിമിഷം അജയൻ്റെ മുഖവും അകാരണമായ ഭയവും നിറഞ്ഞു. പേടികൊണ്ട് കണ്ണുകൾ തുറന്ന് ആരാണെന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല. ഒരു വേള അവളുടെ മനസ്സ് താൻ ചിറ്റയുടെ വീട്ടിലല്ല, മറിച്ച് സിദ്ധുവിൻ്റെ വീട്ടിൽ അവൻ്റെ മുറിയിലാണെന്ന് മന്ത്രിച്ചു. പൊടുന്നനെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ചുവന്നു കലങ്ങിയ അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ തന്നെ അവൾ ഭയപ്പെട്ടു. തന്നെ നോക്കുന്ന അവൻ്റെ മുഖത്ത് അവൾ ഒരു പരിഹാസ ചിരി കണ്ടു. തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിലെ ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. പ്രണയമോ, കാമമോ, പുച്ഛമോ, പരിഹാസമോ, അതോ മറ്റെന്തെങ്കിലുമോ അറിയില്ല. അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം എന്നവളുടെ മനസ്സ് പറയുന്നു. എന്നാൽ ശരീരം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ല. അപ്പോഴെല്ലാം സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടക്കുകയായിരുന്നു. എന്തൊക്കെയോ അവളിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ അമർന്നുകൊണ്ടിരുന്നു. സിദ്ധേട്ട, എന്തീ കാണിക്കുന്നേ? മാറി നിൽക്ക്. അവൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് തോന്നിയതും അവൾ അവനെ തള്ളി മാറ്റാനൊരു ശ്രമം നടത്തി. കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. സിദ്ധേട്ടൻ കുടിച്ചിട്ടുണ്ടോ? മണം അനുഭവിച്ചിട്ടും അവൾക്ക് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. കുടിച്ചിട്ടുണ്ട്, ഇത്തിരിയല്ല, നല്ലോണം കുടിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി. വൈകി ഈർഷ്യയോടെ മുഖം തിരിച്ചു. സിദ്ധുവേട്ടാ, അവൾ അരിശത്തോടെ വിളിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അടങ്ങിക്കിടന്നാ അധികം പരിക്കുകളില്ലാതെ പോകാം. അല്ല, ബലം പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കും വേദനിപ്പിക്കേണ്ടി വരും. അമർന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൻ്റെ ശബ്ദത്തിന് വല്ലാത്ത ഗാംഭീര്യം തോന്നി വൈകിക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ ശരീരമാകെ തളരുന്നത് പോലെ ആകെയൊരു മരവിപ്പ്. കാരണം ഞാൻ വിലയ്ക്ക് വാങ്ങിയവളാണ് നീ. മൂർച്ചയുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞതും വൈകിയുടെ നെഞ്ചിരിൽ കൊളുത്തി വലിയ അനുഭവപ്പെട്ടു. അപ്പോഴാണ് ശരിക്കും ഇവിടെ തൻ്റെ സ്ഥാനം അവൾക്ക് മനസ്സിലായത്. അവനുള്ളിലെ ചെകുത്താനാണ് ഇതെല്ലാം പറയിപ്പിക്കുന്നതെങ്കിലും എന്തോ അവൾക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ്റെ വാക്കുകളിൽ ആരോ കൂടം കൊണ്ട് തലക്കടിച്ചതുപോലെ. പിന്നെ ശരീരമാകെ ഒരു മരവിപ്പ് മാത്രമായിരുന്നു. ചെന്നിയിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകി. സിദ്ധുവിൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തൂടെയും കഴുത്തിലൂടെയും അരിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ അവനിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു. അവൻ പറഞ്ഞതുപോലെ വിലയ്ക്ക് വാങ്ങിയതാണെന്നറിയാം. എന്നാലും അവൻ്റെ സ്നേഹത്തോടെയുള്ള ചുംബനങ്ങളും കരലാളനകളും കൊതിച്ചിരുന്നു. പതിയെ പതിയെ തുടങ്ങുന്ന ചുംബനങ്ങൾ അതിൻ്റെ മൂർധന്യതയിലെത്തുന്നതും തന്നിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ട് അവൻ തൻ്റെ ശരീരത്തിലെ ഓരോ അണുവിനെയും സ്വന്തമാക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു. ഇങ്ങനൊരു അനുഭവം അവനിൽ നിന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ ചുണ്ടും നാവും മുഖത്തും കഴുത്തിലും നനവ് പടർത്തിക്കൊണ്ടിരുന്നു. പതിയെ സിദ്ധുവിൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളുമായി കോർത്തു. അവനിലെ ഉമ്മുനീരിൽ കലർന്ന മദ്യത്തിൻ്റെ കയ്പ് അവളുടെ വായ്ക്കുള്ളിലും നിറഞ്ഞു. ഓക്കാനും തൊണ്ടയിൽ വന്ന് കുടുങ്ങി.
അതിനെ പുറത്തേക്ക് തള്ളാൻ കഴിയാത്ത വിധം അവൻ്റെ അധരങ്ങൾ അവളിൽ അമർന്നിരുന്നു. പതിയെ തുടങ്ങിയ ചുംബനം അവനിൽ ആവേശമുണർത്തിയതും അവൻ അവളുടെ അധരങ്ങളെ കടിച്ചു നുണഞ്ഞു. വായിലിരുമ്പ് ചുവയറിഞ്ഞതും വൈകി അവനെ തള്ളിമാറ്റി. അവൻ ബെഡിലേക്ക് മലർന്നു വീണ് കിതച്ചു. അവളിലെ ചുംബനവും ചൂടും അവൻ്റെ സിരകളെ ചൂട് പിടിപ്പിക്കുകയും അവനെ ഉന്മാദലഹരിയിൽ എത്തിക്കുകയും ചെയ്തു. അവളിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരണമെന്ന ചിന്ത അവനിൽ വന്നു. അവനിലെ പൗരുഷമുണരുന്നത് അവൻ അറിഞ്ഞു. ഇതുവരെ അറിയാത്തൊരു ലഹരി, സുഖം. അവൻ മുടികൾക്കിടയിലൂടെ വിരലുകൾ കടത്തി. അവൾക്ക് ശ്വാസം വിളങ്ങുന്നത് പോലെ തോന്നി. ചുണ്ടുകളിൽ ചോരയുടെ രുചി അറിഞ്ഞു. അവൾ കിതച്ചുകൊണ്ട് അരികിൽ കിടക്കുന്ന സിദ്ധുവിനെ നോക്കിയതും അവൻ പൊടുന്നനെ അവളുടെ ശരീരത്തിലേക്ക് കയറിയിരുന്നു. തൻ്റെ 2 കൈകൾ കൊണ്ടും അവളുടെ ഉടലിനെ ഉയർത്തിക്കൊണ്ട് അവൾക്ക് ആലോചിക്കാൻ സമയം കൊടുക്കും മുന്നേ അവളുടെ വിനിയൻ തലവഴി ഊരി മാറ്റിയിരുന്നു. വൈകിയിൽ ലജ്ജ നിറഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിൽ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ അവൾ 2 കൈകൾ കൊണ്ടും അവളുടെ ങ്ങളെ മറച്ചു. അത്രമേൽ പ്രണയിച്ച ആളിൻ്റെ കൈകൊണ്ട് തന്നെ പിച്ചി ചീന്തിപ്പെടുക എത്രത്തോളം അവളുടെ മനസ്സ് വേദനിക്കും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. ഇനിയൊന്നും നഷ്ടപ്പെടാൻ തനിക്കില്ലെന്ന തിരിച്ചറിവ് അവളിൽ മരവിപ്പ് മാത്രം സൃഷ്ടിച്ചു. അവൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. അവളുടെ മറച്ചു നിന്നിരുന്ന വസ്ത്രവും അവൻ വലിച്ചു കളഞ്ഞു. ഇപ്പോൾ അരയ്ക്ക് മുകളിൽ താൻ പൂർണ്ണമായും ആണ്. അവൾ അനങ്ങാതെ കിടന്നു. അവൻ്റെ ചുണ്ടുകളും കൈകളും അവളുടെ മാറി മാറി ആസ്വദിച്ചു. ചുണ്ടുകൾ വേദനിപ്പിച്ചു. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും ശരീരം മുഴുവൻ അവൻ്റെ പ്രവൃത്തിയിൽ മരവിച്ച അവൾക്ക് എന്തോ തോന്നാൻ. കുറച്ചു സമയം കഴിഞ്ഞതും സിദ്ധു സ്വയം നായി. അവളിലെ താഴെയുള്ള ബാക്കി വസ്ത്രങ്ങളും അവൻ പറിച്ചു കളഞ്ഞു. അവൻ്റെ ശരീരം പൂർണ്ണമായും അവളിലേക്ക് അമർത്തി. ഇതെല്ലാം ചെയ്യുമ്പോഴും അവൻ മറ്റൊരു ലോകത്തായിരുന്നു. അവനിൽ വൈകിയുടെ മനസ്സെന്തെന്ന് അവൻ കണ്ടില്ല. അവിടെ വൈകിയുടെ ശരീരം മാത്രമായിരുന്നു അവന് മുന്നിൽ. പിന്നെ മനസ്സിൽ വേരുറച്ച അവൻ്റെ ലക്ഷ്യവും. അവൻ്റെ ചുണ്ടുകളും നാവും ഒരു തേരട്ടയെപ്പോലെ അവളിലൂടെ വലിച്ചിറങ്ങി. വികാരം അവൻ്റെ സിരകളിൽ നിറഞ്ഞു നിന്നു. തന്നിലെ വികാരം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അവളെന്ന പെണ്ണുടലിൻ്റെ കാണാത്ത ആഴങ്ങളിലേക്ക് തൻ്റെ പൗരുഷമായി നിറക്കി. വൈകിയിൽ ചെറിയൊരു നിലവിളി ഉയർന്നു. അതവൻ്റെ അധരങ്ങൾ പൂർണ്ണമായും വിഴുങ്ങി. അവൻ പതിയെ അവളിൽ ചലിച്ചു തുടങ്ങി. ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം തന്നിൽ അലിയുന്നതായി അവന് തോന്നി. അതിൻ്റെ ആസക്തിയിൽ അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവൻ നൽകുന്ന വേദനകൾ സഹിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പതിയെ തുടങ്ങിയ ചലനം അതിൻ്റെ മൂർധന്യതയിൽ വേഗതയേറി. വികാരത്തള്ളിച്ചയിൽ ഏറ്റവും ഒടുവിൽ അവൻ വെട്ടി വിറച്ചുകൊണ്ട് ആലസ്യത്തോടെ അവളുടെ ശരീരത്തിലേക്ക് തളർന്നു വീണു. അവനോടുള്ള വെറുപ്പ് അവളിൽ കുമിഞ്ഞുകൂടി. അപ്പോഴും കണ്ണുകൾ അവൻ തീർത്ത വേദനയിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വൈക ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാതെ അതേ കിടത്തം കിടന്നു. താൻ പിറന്ന പടിയാണ് കിടക്കുന്നതെന്ന ചിന്ത പോലും അവളിലുണ്ടായില്ല. അത്രയ്ക്കും ശരീരവും മനസ്സും ഒരുപോലെ അവൻ്റെ പ്രവൃത്തിയിൽ ചുട്ടുപൊള്ളുന്നുണ്ട്. വൈകിയുടെ നോട്ടം ഇതൊന്നും അറിയാതെ തൻ്റെ അരികിൽ കമിഴ്ന്നു കിടന്ന് സുഖനിദ്രയിലാണ്ടുപോയ സിദ്ധുവിലേക്ക് നീണ്ടു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരു ഗദ്ഗതം വന്ന് തൊണ്ടയിൽ കുടുങ്ങി. ശരീരം നുറുങ്ങുന്നത് പോലെ വേദനിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ അവൻ്റെ ദന്തങ്ങളും നഖങ്ങളും ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട്. ദാഹം കൊണ്ട് തൊണ്ട വരളുന്നുണ്ട്. ഒരു കൈ അകലത്തിൽ മേശയ്ക്ക് മുകളിലിരിക്കുന്ന വെള്ളം നിറച്ച ജഗ് അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ഇനി ഒന്നിനും കഴിയില്ലെന്നതുപോലെ വൈക അരികിൽ കിടന്ന പുതപ്പെടുത്തു. അത് കഴുത്തോളം മൂടി തൻ്റെ നഗ്നത മറച്ച് ചുരുണ്ടുകൂടി കിടന്നു. ഇത്രമേൽ സ്നേഹിച്ചത് ഇതുപോലൊരു നോവ് തന്ന് അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടാനായിരുന്നു. അത്രമേൽ പ്രണയവും സ്നേഹവും പകർന്നു നൽകിയപ്പോൾ വിശ്വസിച്ചു പോയി. പ്രണയം അത്രമേൽ സുന്ദരമായിരിക്കുമെന്ന്. തനിക്കും പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒരാളുണ്ടല്ലോ എന്ന് നിലച്ചുപോയി. പക്ഷേ ഏറ്റവും ഒടുവിൽ നോവിൻ്റെയും വേദനയുടെയും പടുക്കുഴിയിലേക്ക് തള്ളിയിടുമെന്ന് കരുതിയില്ല. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് സിദ്ധുവിനെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പരിതപിച്ചു. തന്നോട് ഈ വിധം പെരുമാറാൻ മാത്രം എന്ത് സംഭവിച്ചെന്ന് മാത്രം അവൾക്ക് നിശ്ചയവും ഉണ്ടായിരുന്നില്ല. രാവിലെ പോകുമ്പോൾ ഗൗരവമെങ്കിലും തന്നോട് വിദ്വേഷമൊന്നുമുള്ളതായി തോന്നിയില്ല. വിവാഹത്തിന് മുൻപ് പോലും ഉണ്ടായിരുന്ന ഗൗരവം വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം തന്നോട് കാണിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള വെറുപ്പും പ്രകടിപ്പിച്ചിട്ടില്ല.
അവൾക്ക് ഓർക്കും തോറും സങ്കടം തികട്ടി വന്നു. ഇത്രയും ബലാത്കാരമായി കീഴ്പ്പെടുത്താനായിരുന്നെങ്കിൽ അന്നേ ആകാമായിരുന്നില്ലേ? എന്തിന് ഇത്രയും കാത്തു? അന്നായിരുന്നെങ്കിൽ തൻ്റെ മനസ്സ് ഇത്രയും നോവില്ലായിരുന്നു. പക്ഷേ ഇന്ന് ബാക്കി ആലോചിക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കെ പൂട്ടി. ഉറക്കം വരില്ലെന്നറിയാം, എങ്കിലും ആലോചനകളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം. എന്നാൽ ഇതൊന്നും അറിയാതെ അവൻ ഗാഠമായ ഉറക്കത്തിലാണ്. താൻ പ്രണയം പകർന്നു നൽകിയ പെണ്ണ് ഇന്ന് താൻ തന്നെ നൽകിയ അളവില്ലാത്ത നോവിൽ നീറുകയാണെന്ന് അവൻ അറിഞ്ഞില്ല. കണ്ണുകളിൽ വെളിച്ചം വന്നു പതിച്ചതും സിദ്ധു ഒന്ന് മുഖം ചുളിച്ചു. കമഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ നോക്കിയതും കണ്ണിനും തലയ്ക്കും വല്ലാത്ത ഭാരം അവൻ അനുഭവപ്പെട്ടു. ശരീരത്തിലും വല്ലാത്തൊരു വേദന നിറഞ്ഞു നിന്നു. അവൻ വേഗം മലർന്നു കിടന്നു. ഇന്നലെ സച്ചുവിനെ വിളിച്ചതും സച്ചു പറഞ്ഞ വാക്കുകളും അവൻ്റെ മനസ്സിലേക്ക് തികട്ടി വന്നു. അതിൻ്റെ ഫലമായി താൻ ഇന്നലെ മദ്യപിച്ചതും അങ്ങനെ തന്നെ വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് കയറിയതും അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. സച്ചുവിൻ്റെ വാക്കുകൾ തന്നിൽ അത്രത്തോളം നോവ് തീർത്തിരുന്നു. അവൾക്ക് വേണ്ടിയല്ലേ താൻ വൈകയെപ്പോലും ഇതിലേക്ക് വലിച്ചഴിച്ചത്? വൈക. അവൻ മനസ്സിൽ അവളുടെ പേര് മന്ത്രിച്ചുകൊണ്ട് കട്ടയിൽ നിന്നും ചാടി എഴുന്നേറ്റതും ഒരു നിമിഷം പകച്ചു നിന്നു. താൻ നഗ്നനാണെന്ന സത്യം അവനിൽ ഉൾക്കിടലം സൃഷ്ടിച്ചു. ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് കൊണ്ട് അവൻ തൻ്റെ നഗ്നത മറച്ചു. അവൻ്റെ മനസ്സിലേക്ക് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓടിയെത്തി. തെളിഞ്ഞതല്ലെങ്കിലും താൻ മുറിയിലേക്ക് വന്നതും ബെഡിൽ കിടക്കുന്ന വൈകിയെ കണ്ടതും താൻ അവളുടെ സമ്മതം കൂടാതെ അവളെ പ്രാപിച്ചതും അവളുടെ എതിർപ്പുകളും ചെറുത്തുനിൽപ്പും അവഗണിച്ച് താൻ അവളെ ബലമായി കീഴ്പ്പെടുത്തിയതും ഒരു നിറമില്ലാത്ത ചിത്രം കണക്കെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. അവൻ്റെ ഹൃദയം താൻ ചെയ്ത തെറ്റോർത്ത് അകാരണമായി മിടിക്കുവാൻ തുടങ്ങി. താൻ അവളോട് ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തില്ലേ? അവളെ അത്രമേൽ വേദനിപ്പിച്ചില്ലേ? ബലാത്കാരമായി കീഴ്പ്പെടുത്തിയില്ലേ? ഒത്തിരി നോവ് സമ്മാനിച്ചില്ലേ? അവളെ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും? തനിക്ക് എങ്ങനെ ഇത്രയും ക്രൂരനാവാൻ കഴിഞ്ഞു? അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെളുത്ത ബെഡ്ഷീറ്റിൽ തെളിഞ്ഞു കാണുന്ന തുള്ളികളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവൻ്റെ മനസ്സ് അവളോട് ചെയ്ത് തെറ്റോർത്ത് സ്വയം ശപിച്ചുകൊണ്ടിരുന്നു. സിദ്ധു ഇനി എങ്ങനെ വൈകിയെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിച്ചതും അവൻ്റെ മനസ്സ് ഒരു ഉത്തരം കിട്ടാതെ ഉടറി. ചിന്തിച്ചിരുന്നപ്പോഴേക്കും ബാത്റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് വൈകി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. വാതിൽ തുറന്നപ്പോഴേ വൈക ബെഡിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന സിദ്ധുവിനെ കണ്ടിരുന്നു. എങ്കിലും അവനെ ശ്രദ്ധിക്കാൻ പോയില്ല. അവൻ തീർത്ത ഓരോ പ്രവൃത്തിയും മനസ്സിനെയും ശരീരത്തിനെയും അത്രയ്ക്കും കുത്തി നോവിക്കുന്നുണ്ട്. വൈക ഇറങ്ങിയ പാടെ തൻ്റെ വേഷം പോലും നോക്കാതെ കാറ്റുപോലെ അവൻ അവൾക്കരികിലേക്ക് വന്നു. ഐ എം സോറി വൈക. ഇന്നലെ രാത്രി ബാക്കി പറയാൻ കഴിയാതെ അവൻ നന്നേ ബുദ്ധിമുട്ടി. വൈകി അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അല്ലെങ്കിൽ നോക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. അവളുടെ മനസ്സ് മുഴുവൻ ഇന്നലത്തെ രാത്രിയായിരുന്നു.